श्लोक 11 तावत् क्लेशावहं नृणाम् उपसर्गमहातमः यावन्नैवोदयं प्राप्तो ദേവി ഭാഗവതോഷ്ണനുഗുഃ. താവത് ആ ദേവിയുടെ ക്ലേശ മനസ്സിലെ ദുഃഖം വഹം ഉണ്ടായിരിക്കുന്നുവോ നൃണാം അത് ഇല്ലാതാക്കുവാൻ ഉപസർഗ മഹാതമഹ അതിന് വേണ്ടിയുള്ള എങ്ങനെയാണോ ഒരു മരുന്ന് അതുപോലെ അത്രയും മാഹാത്മ്യമുള്ള യാവന്ന് ഏതൊരു നവോദയം ആദിത്യൻ അതായത് ഭഗവാൻ സൂര്യൻ പ്രാപ്തോ ഉദിക്കാതിരിക്കുന്നുവോ ദേവി ഭാഗവതം ആ ദേവി ഭാഗവതമാകുന്ന ആ പുരാണം ഉഷ്ണഗുഹു അങ്ങനെ നമുക്ക് കൂരിരുട്ടിൽ നിന്നും നമുക്കൊരു മോചനം ലഭിക്കുന്നതാണ്. അതായത് താവത് ക്ലേശാവഹം നൃണാം ഉപസർഗ മഹാതമഃ യാവന്നൈവോദയം പ്രാപ്തോ ദേവി ഭാഗവതോഷ്ണഗുഹു. ദേവി ഭാഗവതമാകുന്ന ആദിത്യൻ ഉദിക്കാതിരുന്ന കാലത്തോളമേ ദുർനിമിത്തങ്ങളുടെ കൂരുരുട്ട് മനുഷ്യർക്ക് ക്ലേശം നൽകുന്നതായിരിക്കൂ. എപ്പോഴാണോ ദേവി ഭാഗവതം എന്ന ആ ഒരു സൂര്യനെ പോലെയുള്ള അത്രയും ശക്തി ഉള്ള ആ പുരാണം ഉദിച്ചിരിക്കുന്നുവോ, എല്ലാവരും പഠിക്കുന്നുവോ, ശ്രവിക്കുന്നുവോ, അവരൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുവോ, അത്രത്തോളം കാലം എല്ലാവിധ ദുർനിമിത്തങ്ങൾ കൊണ്ടുള്ള കൂരുരുട്ട് മനുഷ്യർക്ക് ക്ലേശത്തെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് വളരെ പ്രകാശത്തെ തരുന്നതായിരിക്കും. താവത് ക്ലേശാവഹം നൃണാം ഉപസർഗ മഹാതമഃ യാവന്നൈവോദയം പ്രാപ്തോ ദേവി ഭാഗവതോഷ്ണഗുഃ. ശ്രീഹരേ നമഃ ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ.